അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. പരീക്ഷയൊക്കെ നല്ലപോലെ എഴുതിയോ മോളെ? ആ, എഴുതിയിട്ടുണ്ട്. റിസൾട്ട് വരുമ്പോഴറിയാം. മരിച്ചെടുത്തി ഇതെന്തു പറ്റി? എന്താ കുഞ്ഞെ? ആളങ്ങ് കനത്തു പോയല്ലോ. വലിച്ചേരി തിന്നുന്നുണ്ടാവല്ലേ? ഏയ്, ഇത് നീലാണ്ടന്റെ എള്ളും പിണ്ണാക്കാ കുഞ്ഞെ. ഞാൻ വല്ലപ്പോഴും കൂടി ഒരു കുപ്പി കള്ളു കുടിക്കും, അത്ര തന്നെ. അത് ആരെ കൊണ്ടെങ്കിലും വീട്ടിൽ മേടിപ്പിച്ച് വെച്ച് കഴിക്കരുതോ? എന്തിന്? എടോ, ഞാനൊരു മൃഗഡോക്ടറാ. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ആളാ. മനസ്സിലായോ? മനസ്സിലായി. പക്ഷേ ഒരു കാര്യത്തിലേ എനിക്ക് ദുഃഖമുള്ളൂ. എന്താ? ആ മത്തായിച്ചനെ ഒന്ന് സമാധാനിപ്പിച്ചെടുക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഡോക്ടറെ, അതിന് ചെറിയൊരു പണിയുണ്ട്. മുട്ടയുടെ ഒരു പ്രയോഗം. മുട്ടയുടെ പ്രയോഗമോ? അതെ, പക്ഷെ അത് ഇച്ചിരി കാശ് ചെലവുള്ള പണിയാ. അതെത്ര വേണമെങ്കിലും ഞാൻ ചെലവാക്കാം. സംഗതി എന്താണെന്ന് പറ. ഞാന് ഒരു മുട്ട മന്ത്രിപ്പിച്ച് തരാം. എന്നിട്ട് 7:30 വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ച് ഒരു ഈറം തോർത്തു കൊടുത്ത് മത്തായുടെ വീട്ടുപടിക്ക ചെല്ലണം. എന്നിട്ട് പഠിക്കേന്ന് ഒരു 3 ചുവട് അളന്ന് ഒരു കുഴി കുഴിക്കണം. എന്നിട്ട് മുട്ട ആ കുഴിയിൽ വെച്ച് മണ്ണിട്ട് മൂടണം. വീട്ടിൽ തിരിച്ചു വരുന്നത് വരെ വാ പൊളിക്കരുത്. പൊളിച്ചാൽ തല പൊട്ടിത്തെറിച്ചു. എടാ പരമ കഴിവേരുടെ മോനെ, നീ എനിക്കിട്ട് വെച്ച പാര അയാൾക്കും വെക്കില്ലേ? നിന്നെ ശരിയാക്കിയില്ലെങ്കിൽ ഇന്നടോ എനിക്ക്. നീ എവിടെ? എലിക്കുളം അവനും കൂടി ഒന്നും ശരിയാക്കിയാലുണ്ട്. ഇന്ന് നിന്നെ ഞാൻ കൊല്ലടാ ഡോക്ടറെ. നീ തല പൊട്ടിത്തെറിക്കുന്ന ആ തല വെട്ടിക്കളയടാ. മര്യാദക്ക് നീ അവിടെ നിന്നോ. നിന്നെ ഞാൻ ഇതെന്താ പബ്ലിക് ഗാർഡനാണെന്ന് കരുതിയോ? ആരോട് ചോദിച്ചിട്ടാ പൂ പറിച്ചത്? അല്ല, അത് പറയൂ. ശങ്കരപ്പിള്ളയുടെ. ഏത് ശങ്കരപ്പിള്ള? ഗുമസ്തൻ ശങ്കരപ്പിള്ള. തനിക്ക് ഇവിടെ എന്ത് കാര്യം? അല്ല, ചോദിച്ച കേട്ടില്ലേ മോളെ? ഇതാ ഞാൻ പറഞ്ഞ വിഷ്ണു. ഓ, ഐ സി. ഇവനൊരു അൺസിവിലൈസ്ഡ് കൺട്രിയാണെന്ന് തോന്നുന്നല്ലോ മമ്മി. അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? ആർട്ടിസ്റ്റിക് ടേസ്റ്റ് ഉള്ള ആരെങ്കിലും ചെടി വിരിഞ്ഞിരിക്കുന്ന പൂ പറിക്കുവോ? വേണോന്ന് വിചാരിച്ച് പറിച്ചതല്ല, കണ്ടപ്പോ ഒരു കൗതുകം തോന്നി, അതുകൊണ്ട് പറിച്ചു പോയതാ. അങ്ങനെ കാണുന്നതിനോടെല്ലാം കൗതുകം തോന്നുന്നത് നല്ല പ്രകൃതം അല്ല. തെറ്റിപ്പോയേ. ഇനി കണ്ടാലും കണ്ണ് പിൻവലിച്ചു കളയാം. You try to learn manners first. I hate such type of idiots. ആന്റി, ഇതെന്ത് പ്രകൃതമാ? അവൾ ഒരു ബോൾഡ് ടൈപ്പാ. മനസ്സിൽ തോന്നുന്നത് എന്തും വെട്ടി തുറന്നു പറയും. എന്നാലും ഇതല്പം കൂടുതലാ. വിഷ്ണു അതൊന്നും കാര്യമാക്കണ്ട. വന്നാട്ടെ, നമുക്ക് ക്ലാസ് തുടങ്ങാം.
പിന്നെ നീലാണ്ടൻ ഇങ്ങനെ എത്ര നാള് കെട്ടിയിട്ട് തീറ്റ കൊടുക്കും? പിന്നെ എന്ത് ചെയ്യാനാ? ചെയ്യാനൊന്നേ ഉള്ളൂ, അറപ്പുകാർക്ക് പിടിച്ചു കൊടുക്കുക. അതിനേക്കാൾ നല്ലത് എന്നെ അറപ്പുകാർക്ക് പിടിച്ചു കൊടുക്കുന്നതാ. നമ്മളോ ആഹാരത്തിന് പൊട്ടുന്നു, മറ്റൊരു വരുമാനവും ഇല്ല. ഈ നിലയിൽ ഇവനിങ്ങനെ കെട്ടിയിട്ടുണ്ട? എടേ, ഈ കുടുംബത്തിൽ ഈ അപ്പനപ്പൂപ്പന്മാരുടെ കാലം മുതലേ വിത്തുകാളെ ആരും മറക്കാൻ കൊടുത്തിട്ടില്ല. ചാകുന്നത് വരെ അതിന് നോക്കണം, പട്ടിണി കിടന്നാലും നോക്കണം. ആ, നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യേ. എക്സ്ക്യൂസ് മീ മാഡം, ഇവിടെ കന്നുകാലികളെയാണ് ഹേ എന്ന് വിളിക്കുന്നത്. എനിക്ക് പേരുണ്ട്. കൃഷ്ണൻ? കൃഷ്ണനല്ല, വിഷ്ണു. എല്ലാം ഒന്ന് തന്നെയല്ലേ? നോ, വിഷ്ണു is the supreme god. Krishna is his avatar. Seems to be educated. Yeah, I'm a graduate in science. First class. I see. അതെ, ഇന്നലെ എന്താ വീണപടനം നിർത്തി പൊയ്ക്കളഞ്ഞത്? സ്വരമാധുര്യത്തിനിടയിൽ പ്രതീക്ഷിക്കാതെ ഒരു കാളരാഗം കടന്നു വന്നു. അതുകൊണ്ട് ഒരു അപസ്വരത്തിന് വഴിയൊരുക്കണ്ടെന്ന് കരുതി വീണപഠനം നിർത്തി സ്ഥലം വിട്ടു. അപ്പോൾ വെസ്റ്റേൺ മ്യൂസിക് കാളരാഗമെന്നാണോ പറയുന്നത്? ഏത് മ്യൂസിക് ആയാലും കൈകാര്യം ചെയ്യുന്നവർക്ക് സ്വർഗവും നരകവും സൃഷ്ടിക്കാം. You talk so nicely. The credit goes to my teachers, including your mummy. അമ്മയുടെ കർണാടക സംഗീതം എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വെസ്റ്റേൺ മ്യൂസിക്കാ പഠിച്ചത്. ഇന്നലെ കാച്ചിയ രീതിയിൽ കാച്ചാനായിരുന്നെങ്കിലേ അത് പഠിക്കണ്ടായിരുന്നേ. സോറി, ഞാൻ നിങ്ങളൊന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ വായിച്ചെന്നേ ഉള്ളൂ. സംഗീതത്തിന് ഇങ്ങനെയേ ഒരു മുഖമുണ്ടെന്ന് ഇന്നലെ മനസ്സിലായി. അത്ര താഴ്ത്തിക്കെട്ടണ്ട. ഐ എം എൻ എക്സ്പെർട്ട് ഗിറ്റാർ പ്ലെയർ. കഴിഞ്ഞ വർഷം യൂത്ത് ഫെസ്റ്റിവലിന് എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. വാദ്യത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഈ വർഷം വീണയ്ക്ക് അതേ സ്ഥാനം നേടിയവനാ ഞാൻ. റിയലി? യെസ്. അപ്പോ തുല്യ ശക്തികളാണെന്ന് പറയൂ. നോ, ഐ എം എ ഹംബിൾ സിമ്പിൾ പുവർ മാൻ. മോളെ, വിഷ്ണു എന്ത് പറയായിരുന്നു? മമ്മി, ഹീസ് എ വണ്ടർഫുൾ ഗായ്. ഞാൻ പറഞ്ഞില്ലേ വിഷ്ണു നല്ലവനാണെന്ന്. ആ വിഷ്ണു, വ്യാഴാഴ്ച ഷേലയുടെ ബർത്ത്ഡേയാ. ഐ സീ. മെനി ഹാപ്പി റിട്ടേൺസ് ഇൻ അഡ്വാൻസ്. താങ്ക്സ്. ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോകുക, അതുകൊണ്ട്. വീണ പഠനം ഇല്ലെന്നല്ലേ? കുഴപ്പമില്ല. ഇന്നലെ ഡിസ്റ്റർബൻസ്, ഇന്ന് ഷോപ്പിംഗ്, നാളെ പഠിക്കുമ്പോ ഞാൻ കൂടെ ഇരിക്കാം. എന്റെ പൊന്നു കുഞ്ഞേ, ഓഫ് സൈഡ് കയറണ്ട. ഞങ്ങളെ കർണാടക വഴി കൂടെ ആരെയും ശല്യപ്പെടുത്താതെ അങ്ങ് പൊക്കോളാം. അങ്ങനെ അങ്ങ് പോയാൽ മതിയോ? മമ്മി, എന്റെ ബർത്ത്ഡേ കോംപ്ലിമെന്റ് ആയി ഐ വിൽ ഗിവ് ഹിം എ സർപ്രൈസ്. എന്താ? അതിന് വേറെ പോത്ത് കൊടുങ്ങ. ഇനി വേറൊരു പോസ്റ്റ് കൊടുങ്ങ. ആര് പറഞ്ഞാ ഇവിടെ ഫോട്ടോ എടുക്കാൻ? മിസ്റ്റർ സണ്ണി, സായിപ്പ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്റെ മോക്ക് നിന്ന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഡോണ്ട് ട്രൈ ടു ഫൂൾ മീ. നിങ്ങൾ ഞാൻ പറഞ്ഞതില്ലേ? പണം തന്നു, പക്ഷെ സായിപ്പ് പണം തരുന്നതും വേണ്ടെന്ന് പറയാൻ പറ്റുമോ? യു ബ്ലഡി ബിച്ച്. മിസ്റ്റർ സണ്ണി, ഇന്ന് വരെ എന്റെ കഴുത്തിന് മാത്രം ആരും കയറി പിടിച്ചിട്ടില്ല. I will teach you a lesson. இதெல்லாம் வயிற்று பழுப்புக்கு பண்றேன் சார். மேலாளி படிக்காத கடந்து வருது. ஓடுறா ஓடுறா. ഷെർലി, നീ എവിടെ പോയിരുന്നു? വെറുതെ ഒന്ന് പുറത്തു പോയി. For what? ഇവനെ കൊണ്ട് ഊരി ചുറ്റാൻ പോകാൻ നിനക്ക് നാണമില്ലേ? അതിലിത്ര നാണിക്കാൻ എന്തിരിക്കുന്നു? നീ അഡ്വക്കേറ്റ് സണ്ണിച്ചെറിയന്റെ മോളാണ്. Don't forget your status. I don't care about that status. മനുഷ്യർ വല്ല അപവാദവും പറഞ്ഞ എനിക്കൊരു ചുക്കുമില്ല മമ്മി. നീ എന്തിനാണ് അവളുടെ കാർ കയറി പോയത്? എന്നെ നിർബന്ധിച്ച് കാർ പിടിച്ചു കയറ്റിക്കൊണ്ട് പോയതാ. കിഡ്നാപ്പോ? അവൻ നിന്റെ ആരാടാ? I'm his sweetie മമ്മി. എന്റെ പൊന്നു മമ്മി, വെറുതെ ചൂടാവാതെ. ഞാൻ ഈ പാവത്തിന് ഒരു പ്രസന്റേഷൻ വാങ്ങിക്കൊടുക്കാൻ പോയതാ. My birthday compliment. I did it only out of human sympathy. അതൊരു തെറ്റാണോ മമ്മി? ശരി ശരി, ഇനി എവിടെ പോയാലും എന്നോട് പറഞ്ഞിട്ടേ പോകാവൂ. മറ്റുള്ളവരെ കൊണ്ട് അതുമിതും പറയിക്കരുത് മോളെ. അത് പിന്നെ എനിക്കറിയില്ലേ. ഇതാ, ഗുരുനാഥയുടെ കൈകൊണ്ട് തന്നെ ശിഷ്യന് ഇത് കൊടുത്താട്ടെ. വിഷ്ണു, ഇവിടെ വരൂ.
ഡോക്ടറെ ഇങ്ങോട്ട് ഇറങ്ങി വാടോ, ഇറങ്ങി വരാൻ. എടോ, തലമുറയായി വിത്തുകാളെ കൊണ്ട് ജീവിക്കുന്നവരാ ഞങ്ങള്. താൻ വന്ന് ഞങ്ങളുടെ പിഴപ്പ് മുട്ടിച്ചു. ആ മിണ്ടാപ്രാണിയെ പട്ടിണിക്കിട്ട് ഞാൻ ജീവിക്കില്ലടോ. അതുകൊണ്ട് താൻ എന്നെയും കൊല്ല്, നീലാണ്ടനെയും കൊല്ലടോ, കൊല്ലാൻ. മത്തായിച്ച, തന്റെ വിഷമം എന്താണെന്ന് എനിക്കറിയാം. അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് ഞാൻ അന്ന് വീട്ടിൽ വന്നത്. പക്ഷേ താൻ അന്ന് വെട്ടുകത്തിയായിട്ട് എന്നെ ഓടിക്കാൻ ചെയ്തത്. ഞാൻ പിന്നെ എന്തോ ചെയ്യും? ഞങ്ങളുടെ ഈ പദ്ധതി നടപ്പിൽ വരുമ്പോൾ നാട്ടിൽ വിത്തുകാലയം കൊണ്ട് ജീവിക്കുന്നവർക്ക് സ്വാഭാവികമായി തൊഴിലില്ലാതാവും. അതിന് ഗവൺമെന്റിൽ നിന്നൊരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്താ പദ്ധതി? നിങ്ങളെ കാളയെയും മൃഗാശുപത്രിയിലേക്ക് എടുക്കുന്നു. നേരെയാണോ ഈ പറയുന്നത്? അതെ, ഇന്നു മുതൽ നിങ്ങളെ മൃഗാശുപത്രിയിലെ ജീവനക്കാരനാണ്. നീലാണ്ടനെയും സർക്കാരിലേക്ക് ഞാൻ വിലക്കെടുത്തിരിക്കുന്നു. അതെന്തിന്? ഈ നാട്ടിലുള്ള എല്ലാ പശുക്കൾക്കും നീലാണ്ടന്റെ മണം പരിചയമാണ്, ഇഷ്ടവുമാണ്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടക്കുമ്പോൾ ഇൻസ്പിറേഷന് വേണ്ടി നീലാണ്ട പശുക്കളുടെ അടുത്ത് നിൽക്കട്ടെ. അവന് ഞാൻ നല്ലൊരു വിലയും വാങ്ങിത്തരാം. ഈ വലിയ മനസ്സ് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ വെറും കാളമത്തായിയാണ് ഏമാനെ. എന്നെത്താൻ ഏമാനെന്നൊന്നും വിളിക്കണ്ട. ഞാൻ ഇന്നു മുതൽ നിങ്ങളുടെ സ്നേഹിതൻ ഡോക്ടർ എൽ.എൻ. എലിക്കുളം. ആരാ? എൽ.എൻ. എലിക്കുളം. കൊടടോ മാപ്പിളെ കൈ. ഇങ്ങനെ ഷർലി, ഞാനിതുവരെ കർണാടക സംഗീതമാണല്ലോ കൈകാര്യം ചെയ്തത്. ആന്റിയോട് പറയാതെ ഇനിയിപ്പോ വെസ്റ്റേൺ മ്യൂസിക്കും പഠിച്ചാൽ രണ്ടും അവതാളത്തിലാവോ? ഏയ്, അങ്ങനെ ഒന്നും ആവൂല. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, സരിഗമ പതിനിസ മറക്കുക. അയ്യോ, അതങ്ങനെ മറക്കാൻ പറ്റുമോ? ആദ്യത്തെ പാഠമല്ലേ അത്? ഏത് പാഠമായാലും വെസ്റ്റേൺ മ്യൂസിക് മനസ്സിൽ സ്ഥാനം പിടിച്ചാൽ മറ്റെല്ലാം താനെ മറന്നു പോവും. ഗോ അഹെഡ്. ശരി, എങ്കിൽ തുടങ്ങാം. അങ്ങനെയല്ല, ഇങ്ങനെയാ ഗിറ്റാർ പിടിക്കേണ്ടത്. അല്ല, ഇതിന്റെ സ്വരസ്ഥാനങ്ങൾ രണ്ടിനും ഒരേ സ്വരങ്ങൾ തന്നെ. ആ, എങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. വായിച്ചാട്ടെ. അങ്ങനെയല്ല, കൊച്ചുമറിയേ, ഇവിടെ എവിടെ പോയി കിടക്കണാവൂ? കർത്താവേ, ഇത് ഞാൻ പട്ടാളത്തിൽ ചേർന്നോ? പട്ടാളത്തിലും പോലീസിലും ഒന്നല്ലടി. ഈ ഡോക്ടർ എന്നെ മേൽപോട്ടേക്ക് എടുത്തു. മേപ്പോട്ടെടുത്തോ? ആ, എന്നെയും നീലാണ്ടനെയും മൃഗാശുപത്രിയിൽ നിയമിച്ചു. നേരോ? ഇനി നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒരു പശുവിനെ വാങ്ങാനുള്ള ലോൺ കൂടി ഞാൻ വാങ്ങിത്തരാം. ഒടുവിൽ ദൈവം കണ്ണു തുറന്നു. കണ്ണു തുറന്ന് ദൈവം നല്ലടി. ഈ നിൽക്കുന്ന ഡോക്ടർ എലിക്കുള. ഒരാള് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ നോക്കി നിക്ക. നീ പോയി ഒരു ചായ എടുത്തിട്ട് വാ. നീ ആ ചോന്ന പാട്ടയിൽ ബിസ്ക്കറ്റ് ഉണ്ട്. അയ്യോ മത്തായിച്ച, ചതിക്കല്ലേ. എന്തിനു ഡോക്ടർ ഓർണേ? ചതിക്കരുത് മത്തായിച്ച. ആ പഴയ ചായന്റെ പേടി ഇപ്പോഴും മാറിയിട്ടില്ല. ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. ഇവിടെ ഇരിക്കി. അല്ല, ആ ചോന്ന ടീനിലുള്ള പഴയ ബിസ്ക്കറ്റ് ഇപ്പോഴും തീർന്നിട്ടില്ലല്ലേ? ആരെയും വകവയ്ക്കാത്ത ഒരഹങ്കാരിയായിരുന്നു രാജകുമാരി. പക്ഷേ പാവപ്പെട്ട കലാകാരന്റെ കഴിവിന് മുന്നിൽ അവൾ തലകുനിച്ചു. എന്നിട്ട് എല്ലാം മറന്ന് അവൾ അവനെ സ്നേഹിച്ചു. എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും അയാളോടൊത്ത് ജീവിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. മെടുക്കി. പക്ഷേ അയാളുടെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ നിശ്ചയിച്ച രാത്രി ആരും അറിയാതെ അയാൾ കൊട്ടാരത്തിൽ നിന്നും ഒളിച്ചോടിപ്പോയി. ഭീരു. ആട്ടെ, ആ കലാകാരന്റെ സ്ഥാനത്ത് വിഷ്ണു ആയിരുന്നെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? മരിക്കേണ്ടി വന്നാലും ആ രാജകുമാരിയുടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ വിധിയെ നേരിടുമായിരുന്നു. അത്രയ്ക്ക് ധൈര്യമുണ്ടോ? തീർച്ചയായും. എങ്കിൽ ആ രാജകുമാരി ഞാനും കലാകാരൻ വിഷ്ണുവുമാണ്. വാട്ട്? എന്താ നടങ്ങുന്നത്? അത്